അടിപൊളിയായിട്ടില്ലേ? ദേ കട്ട് ചെയ്ത് പയ്യൻ അടിപൊളി. ഞാൻ പറയാം, ഞങ്ങളുടെ സ്റ്റോറി പറയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബ്രദറാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ആ ദേഷ്യം എനിക്ക് പറ്റില്ല, ഞാൻ ചിരിക്കുക. ശരി, വരത്തില്ല. എവിടെ നിന്ന് ചെയ്യണ്ടേ? അപ്പുറത്ത് എനിക്ക് വരത്തില്ല. മതിയോ? നോക്ക എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളിയല്ലേ? ആ ഇതാരാ എന്നെ കണ്ടു പിടിക്കായിട്ട് നിൽക്കുന്നേ? വാ അമ്മ കണ്ട, ഇതല്ലേ കറക്റ്റ് റിയാക്ഷൻ. ആ കൊള്ളാം, മേക്കപ്പും കൊള്ളാം. ശരിക്കും പറ. ഈ മാരേജ് ആക്ച്വലി ഒരു തമാശയിൽ നിന്ന് ഭയങ്കര സീരിയസ് ആയ ഒരു മാരേജാണ്. ഞങ്ങളൊരു വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കാഷ്വലായിട്ട് ഫ്രണ്ട്സ് തമ്മിലുണ്ടാകുന്ന ഒരു തമാശയായിരുന്നു. ഗോപിക്ക് കോട്ടയത്തോട്ട് വരാൻ ഭയങ്കര താല്പര്യമായിരുന്നു, ഞാൻ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം അവൾക്ക് കോട്ടയത്തുനിന്ന് ഒരു അലയൻസ് വരുമ്പം അവളിങ്ങനെ പറഞ്ഞു, ഇതുപോലെ കോട്ടയത്തുനിന്ന് ഒരു മാരേജ് ഉണ്ട്, അതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാനുണ്ടെന്ന്. അപ്പം ഞാൻ വെറുതെ ഇപ്പോൾ പാരലലി എൻ്റെ ചേട്ടായിക്ക് അവിടെ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും നല്ല ബെറ്റർ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒരാളുണ്ട്, ആലോചിച്ച ഇങ്ങോട്ട് പോരാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ആ തമാശ ഒറ്റ ദിവസം കൊണ്ട് ക്ലിക്കായി. അന്ന് തന്നെ നമ്മൾ ജാതകമൊക്കെ നോക്കി 2-3 ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്തൊരു മാരേജ് ആയിരുന്നു. അപ്പം ആക്ച്വലി സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെയാണ് അവൾക്ക് പാർട്ണറായിട്ട് കൊടുത്തത്. 28 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞ് ഇപ്പോൾ പോയപ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാലേ, പോയി കഴിയുമ്പം അവൾ അവിടുത്തെ കൊച്ചാകും. കുറച്ച് കഴിയുമ്പം അവൾ അവിടുത്തത് മാത്രമായി പോകും. വർഷങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. വേറൊരാളില്ലല്ലോ, അപ്പം സങ്കടമുണ്ട്.